ഡാറ്റാ ബാങ്ക് അഴിമതിയുടെ ഉറവിടം തേടി തനിനാടൻ മലയാളിയുടെ വിവിധ റിപ്പോർട്ടർമാർ നിരവധി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി. അവർ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. തനിനാടൻ മലയാളി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡാറ്റാ ബാങ്ക് പ്രശ്നം ഏറെ സങ്കീർണമായി തീർന്നിരിക്കുകയാണല്ലോ. ഇതിനുമേൽ നിരവധി അന്ത്യശാസനം ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ലക്ഷക്കണക്കിന് ഫയലുകളാണ് ഇനിയും തീർപ്പാകാതെ കിടക്കുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി ഈ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല. 2008 ഡാറ്റാ ബാങ്ക് അന്തിമമായി പുറത്തിറങ്ങണമെന്ന സർക്കാർ അന്ത്യശാസനം കർശനമായി വരുന്നു. തുടർന്ന് ഒരു തയ്യാറെടുപ്പും എടുക്കാതിരുന്ന സർക്കാരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പിന്നെ വഴി കണ്ടെത്തിയത് സർക്കാരിന്റെ പുതിയ സർക്കുലർ പ്രകാരം സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾക്ക് BTR രജിസ്റ്റർ ഫോട്ടോകോപ്പിയെടുത്ത് അതാത് പ്രദേശത്തെ കൃഷിഭവനങ്ങൾക്ക് കൈമാറുക. ആയതിനാൽ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ടത് വീട് പണിക്കും മറ്റും കാത്തിരുന്ന ലക്ഷക്കണക്കിന് വസ്തു ഉടമകളായിരുന്നു. കാരണം BTR രേഖയിൽ 1967 തയ്യാറാക്കിയ നിലം രജിസ്റ്റർ പ്രകാരമുള്ള പ്രദേശങ്ങൾ 80 മുതൽ നികത്തുഭൂമിയായി തീർന്നിരുന്നുവെങ്കിലും 2026 ഇക്കൂട്ടർ ഡാറ്റാ ബാങ്ക് തിരുത്താൻ ഫോം 5ഉം ഫോം 6ഉം പൂരിപ്പിക്കാൻ നടക്കേണ്ട ഗതികേടാണ്. 80കളിലും 90കളിലും നെൽകൃഷി ചെയ്യുന്നത് വലിയ വയ്യാവേലിയായതിനാലാണ് മറ്റു മാർഗങ്ങളിലേക്ക് തിരിയാൻ കർഷകരെ നിർബന്ധിച്ചത്. തൊഴിലാളി നേതാക്കളുടെ അനാവശ്യ പിടിവാശി, ആവശ്യ സമയങ്ങളിൽ വിത്തും വളവും വെള്ളവും ലഭിക്കാതിരിക്കുക, ഇവയെല്ലാം നെല്ല് കർഷകർക്ക് മാറി ചിന്തിക്കാൻ പ്രേരണയായി. 2007 ഉദ്യോഗസ്ഥർ അതാത് പ്രദേശത്ത് നേരിട്ട് ചെന്ന് സ്ഥലപരിശോധനയ്ക്ക് ശേഷം മാത്രം ഡാറ്റാ ബാങ്ക് റിപ്പോർട്ട് തയ്യാറാക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സ്ഥലപരിശോധനാ നിർണയം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വലിയ അനാസ്ഥ മൂലം നടന്നില്ല. സമയപരിധി പിന്നിട്ടതിനാൽ അതിനു പകരം 1967 BTR അടിസ്ഥാന രജിസ്റ്റർ പ്രകാരം ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി. ഇതുമൂലം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രശ്നപരിഹാരത്തിന് ചെലവഴിക്കേണ്ടി വന്നത് കോടികളാണ്. സർക്കാർ ഓഫീസുകളിൽ മാത്രം ഫീസും മറ്റുമായി 3000 കോടിയോളം. കോടതികളിലും മറ്റും പോയതിന് 300 കോടിയെങ്കിലും ജനങ്ങളുടെ പണം അനാവശ്യമായി ചെലവായി. 2008 വരുത്തിയ ഈ തെറ്റ് കാരണം പൊതുജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് ഇന്നും ആർക്കെങ്കിലും മറുപടിയുണ്ടോ? 2015 ജലജ ദിലീപ് കിഴക്കമ്പലം പഞ്ചായത്ത് തമ്മിലുള്ള കേസ് സുപ്രീം കോടതി തീർപ്പാക്കി. പ്രധാനമായും പ്രത്യക്ഷത്തിൽ കൃഷിസ്ഥലമായി കാണുന്ന ഭൂമി മാത്രമേ നിലം എന്ന സംജ്ഞയിൽ ഉൾപ്പെടുത്താവൂ എന്ന വിധി ന്യായമാണ്. ഈ വിധിയെ തുടർന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സുപ്രീം കോടതി വിധിയുടെ കാതൽ ഉൾക്കൊണ്ട് ഭൂമി തരം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഫെയർ വാല്യൂവിന്റെ 25% അടച്ച് ഭൂമി തരം മാറ്റാമെന്ന നയപരമായ തീരുമാനം എടുത്തത്. ആയതിലേക്ക് 500 രൂപ ഫീസ് RDO ഓഫീസ് മുഖാന്തരം ഒടുക്കുവാനും നിർദ്ദേശിച്ചു. അതിനു പ്രകാരം ഉദ്യോഗസ്ഥർ നികത്തപ്പെട്ട ഭൂമിയുടെ സത്യാവസ്ഥ ബോധിപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനും തീരുമാനിച്ചു. ഏകദേശം 1,17,000 പേർ 500 രൂപ ഫീസടച്ചു കാത്തിരുന്നു. ഇതിന് പ്രകാരം സർക്കാരിലേക്ക് 60 കോടിയോളം ഫീസായി വന്നതിൽ തിരികെ നൽകിയത് നിസ്സാരം മാത്രം. എന്നാൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ മാറിയതിനെ തുടർന്ന് ഈ തീരുമാനം മരവിപ്പിച്ചു. തുടർന്ന് 2.5 വർഷം ഭൂമി തരം മാറ്റം വരുത്താനാകാതെ ജനം വലഞ്ഞു. ഒടുവിൽ 2017 ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലാണ് ഡാറ്റാ ബാങ്ക് തിരുത്തുന്നതിന് ജനങ്ങളിൽ നിന്ന് അപേക്ഷ വാങ്ങാൻ സർക്കാർ ഓഫീസുകൾ തയ്യാറായത്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച പ്രകാരം വസ്തുവിന്റെ 25% ഫെയർ വാല്യൂ പ്രകാരം ഭൂമി തരം മാറ്റം വരുത്തിയിരുന്നെങ്കിൽ 2017 തന്നെ സർക്കാർ ഖജനാവിലേക്ക് തരം മാറ്റം ഫീസായി കോടികൾ എത്തിയേനെ. ലക്ഷക്കണക്കിന് ആളുകൾ ഡാറ്റാ ബാങ്ക് തരം മാറ്റം പ്രശ്നത്തിൽ വലഞ്ഞതിന്റെ കൂടുതൽ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും അടുത്ത എപ്പിസോഡിൽ. നന്ദി. തനിനാടൻ മലയാളി ചാനൽ.